പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈസ്കൂളിൻ്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിലാണ്. ഞാൻ ഈ ബസ് സ്റ്റോപ്പിനെ പറ്റി പലവട്ടം വീഡിയോ ഇട്ടിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഇവിടെ വെട്ടത്തിന് അസൗകര്യമാണെന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. രാത്രിയിലെല്ലാം ഇവിടെ ഭയങ്കര ഇരുട്ട്, കാരണം സ്ത്രീകളൊക്കെ നിൽക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ എന്നോട് പരാതി പറയുകയൊക്കെ ചെയ്തിട്ട് ഞാനിവിടെ വന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഒരു മിനി ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചു. അതിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പുതുപ്പള്ളിയിലെ ഏറ്റവും തിരക്ക് പിടിച്ച ബസ് സ്റ്റോപ്പാണ്. ഹൈസ്കൂൾ ജംഗ്ഷനിലെ കോട്ടയത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മുഴുവൻ ഇവിടെയാണ് നിർത്തുന്നത്. ഇവിടുത്തെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രദേശം മുഴുവൻ ഇരുട്ടിലാണ്. ഇവിടെ ആകപ്പാടെ ഒരു വെളിച്ച സംവിധാനം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് പഞ്ചായത്ത് വെച്ചതാണ്. അതിൻ്റെ അവസ്ഥയാണ്. അത് കേടായിട്ട് ഇതിലോട്ട് കാട് വളർന്ന് കയറിയിരിക്കുന്ന അവസ്ഥയാണ്. ലൈറ്റ് കാണാൻ മേലാത്ത പോലെ കാട് കയറിയിരിക്കുകയാണ്. ഉണ്ടോ, ഇതാണ് ഈ ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഇത് കാരണം ഈ പ്രദേശത്ത് എങ്ങും വെട്ടമില്ല. അതുകൊണ്ട് ഇവിടെ തൊട്ട് സമീപത്തുള്ളൊരു കടക്കാരുണ്ട്, പക്ഷെ അവരും വെട്ടമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇലക്ട്രിസിറ്റി സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവരും നേരത്തെ അടച്ചിട്ട് പോകും. കണ്ടല്ലോ നിങ്ങൾ, ലൈറ്റ് വെച്ചിരിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് 2023-2024 പദ്ധതി പ്രകാരം ശ്രീ നിബു ജോൺ, അദ്ദേഹമായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ. ആ സമയത്താണ് ഇതിവിടെ സ്ഥാപിച്ചത്. ഇത് വഴിയിലെ വെട്ടത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. പക്ഷേ കൊണ്ടുപോയി സ്ഥാപിച്ചത് ഗ്രൗണ്ടിൻ്റെ അകത്താണ്. അത് ആർക്ക് വെട്ടം കിട്ടും. അതിന് തൊട്ട് സമീപം തന്നെ മറ്റൊരു പള്ളം ബ്ലോക്കിൻ്റെ ലൈറ്റാണ്. ഇത് നേരത്തെ മെമ്പർ ലതാകുമാരി സലിമോൻ ഇരുന്ന സമയത്ത് നിർദ്ദേശിച്ച ഒരു ലൈറ്റാണ്. അതും നോക്കുകൂത്തിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര രൂപയുടെ സാധനം, എങ്ങനെ മേടിച്ചെന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപ മോളി വരും ഒരു ലൈറ്റിന് തന്നെ. അതാണ് യാതൊരു പ്രയോജനവും ഇല്ലാതെ നിൽക്കുന്നത്. അല്ല, സാധാരണ എത്ര മണി വരെയൊക്കെ കടയുണ്ട്? 7 മണി വരെ ഉണ്ട്. 7:15 ഞാൻ ഞങ്ങളുടെ ഏരിയക്ക് പോകുന്ന ഒറ്റ വണ്ടിയേ ഉണ്ട്, ഏജൻസി. 10,000 ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ വെട്ടം ഇല്ലാത്ത കാരണം ഞാൻ 5:30 നേരത്തെ കപ്പ മുട്ട ഇതൊക്കെ ഉണ്ടായിരുന്നു. വെട്ടം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കാത്തത്. അത് തന്നെയല്ല, ഇവിടെ ഒന്നാമത് ബസ് സ്റ്റോപ്പിലൊക്കെ സ്ത്രീകളൊക്കെ ഒരുപാട് വരുന്നതല്ലേ. വെട്ടമില്ല, വെട്ടം തന്നെ. അത് തന്നെ. ഇതാണ് രാത്രിയിലെ കാഴ്ച. 7 മണി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രദേശം ഇതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഒരുപാട് ഇവിടെ അപകടങ്ങൾ നടന്ന് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ വെട്ടത്തിൻ്റെ ഒരു പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഈ ലൈറ്റ് 2 സ്ഥാപിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പറെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അവരുടെ ശ്രമഫലമായിട്ടാണ് ഇത് അനുവദിച്ചത്. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഇത് പരിപാലിക്കേണ്ട ചുമതല പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനാണ്. അതില്ലാതെ പോയത് കൊണ്ടാണ് ഈ അവസ്ഥ. ഇനി നിങ്ങളെ മറ്റൊരു കാഴ്ച കാണിക്കാം. ഇത് പൈപ്പ് പൊട്ടിയിട്ട് ഇവിടെ ഒരു കുഴി എടുത്തതാണ്. ആ കുഴി അതേപടി കിടക്കുകയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് പൈപ്പ് പൊട്ടിയത് അവിടുത്തെ ഒരു കുഴിയാണ്. ഇത് PWD റോഡിലാണ് ഇത് സംഭവിച്ചതെന്ന് ഓർക്കണം. ഈ കുഴി എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇവിടെയൊക്കെ കുഴികൾ ഇതുപോലെ പൈപ്പ് പൊട്ടലാണ്. ഈ വഴി കണ്ടോ, പഞ്ചായത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് ഇവിടെയെല്ലാം വെട്ടിപ്പൊടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊന്ന് രണ്ടാമത് റീസ്റ്റോർ ചെയ്യുന്ന പരിപാടി അവർക്കില്ല, വെട്ടിപ്പൊട്ടിച്ച് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, അത് അടുത്തത് ഇവിടെ കുറച്ച് കടക്കാരുണ്ട്. അവരെന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നറിയും. ഇവിടെ എപ്പോഴും പൈപ്പ് പൊട്ടാനേ നേരമുള്ളൂ. ഏറെക്കുറെ 10-60 വർഷം മുമ്പിട്ട പഴയ കാലത്തെ പൈപ്പാണ്. അതിപ്പോഴും കിടക്കുന്നത് ഈ വഴിയുടെ നടുക്കൂടെ തന്നെയാണ് കിടക്കുന്നത്. അത് പൊട്ടുമ്പോഴത്തേന് വീണ്ടും അവിടെ വെട്ടിപ്പൊട്ടിക്കുക. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഈ പ്ലംബിംഗ് ജോലി ചെയ്യാൻ ആകപ്പാടെ ഒരാളേ ഉള്ളൂ. അദ്ദേഹം വന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുകയാണ്. ഇതിങ്ങനെ പുതുപ്പള്ളി കവല വഴി വരെ ഈ വഴി BMBC നിലവാരത്തിൽ ചെയ്ത റോഡാണ്. ഇതുമൂലം ചെറിയ വാഹനങ്ങളൊക്കെ വന്ന് ഇതിൻ്റെ അകത്തോട്ട് ചാടുകയും അവർ മറിയുകയും ചെയ്യുകയാണ്. വലിയ വാഹനങ്ങളൊക്കെ ചാടിയാൽ കുഴപ്പമില്ല. പക്ഷെ ഇത് കണ്ടോ, ഇത് മുഴുവൻ ബസ് സ്റ്റാൻഡ് വരെ ഈ ഒരവസ്ഥയാണ്. ഇവിടെയെല്ലാം ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെയെല്ലാം ഇതുപോലെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇത് പഴയപടിയാക്കുന്ന പരിപാടി അവർക്കില്ല. വെട്ടിപ്പൊളിച്ച് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള ഫണ്ട് അവരുടെ ഇല്ല. പക്ഷേ ആ പൈസ അടച്ചതിന് ശേഷം മാത്രമേ ഇത് വെട്ടിപ്പൊളിക്കാവുള്ളൂ എന്നുള്ളതാണ്. നമ്മളൊക്കെ റോഡ് വെട്ടിപ്പൊളിച്ചാൽ എന്തെല്ലാം നിയമങ്ങളാണെന്ന് നോക്കിയേ. അങ്ങനെ ബസ് സ്റ്റാൻഡ് വരെ ഈ ഒരു അവസ്ഥയിലാണ്. ഉണ്ടോ, ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം കയറി കുഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ അതിമനോഹരമായ ഒരു പൂന്തോട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം. പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് ഒരു പ്രശ്നമുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലൊരു ബസ് സ്റ്റോപ്പുണ്ട്, അകത്തും ബസ് സ്റ്റോപ്പുണ്ട്. ഇതാണ് അതിമനോഹരമായ പൂന്തോട്ടമാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റേത്.
ഉണ്ടോ, കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഒരു പുതുപ്പള്ളിക്കവലയിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശമാണ് ഈ കിടക്കുന്നത്. ഉണ്ടോ, ലക്ഷങ്ങൾ മുടക്കി പണിതിരിക്കുന്ന ഗാർഡന കണ്ടോ, നിങ്ങൾ കാണാം. പുതുപ്പള്ളിയിൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ പുതുപ്പള്ളിക്ക് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പുതുപ്പള്ളി MLAയും PWD റോഡിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. കാരണം പുതുപ്പള്ളി വഴി ആര് പോയാലും ഈ റോഡിൻ്റെ മോശം അവസ്ഥ കാണുമ്പം ആദ്യം കുറ്റം പറയുന്നത് MLA ആണ്. അതുകൊണ്ട് റോഡ് വെട്ടിപ്പൊളിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധയിൽ വരുത്തുക.